നമ്മൾ ഇരിക്കുന്ന ഈ ഒരു പള്ളിയുടെ പടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ എങ്ങനെയിരിക്കും? പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കാരണം നിങ്ങൾക്കറിയാം, പഴയ ഫിലിമിൻ്റെയൊക്കെ കാലത്ത് 20 21 അല്ലെങ്കിൽ 30 ഒക്കെ ഫിലിമാണ് ഒരു റോളിൻ്റെ അകത്തുള്ളത്. അത് ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഇത് കഴുകുന്ന ഒരു മുറിയുണ്ട്, ഇടിമുറി പോലൊരു മുറിയിൽ കൊണ്ടുപോയി ബക്കറ്റിൻ്റെ അകത്തുമൊക്കെ ഇങ്ങനെ ഇട്ട് കഴുകി എടുത്ത് വലിയ പരിപാടിയാണ്. ഇപ്പം ഈ സ്മാർട്ട് ഫോൺ വന്നതുകൊണ്ട് എല്ലാവർക്കും പടം എടുക്കാൻ പറ്റും. ഇവിടെ ഞാനൊരു പള്ളി ചെന്നപ്പോൾ ഒരു അമ്മച്ചി പറഞ്ഞു, അച്ഛാ നമുക്കൊരു സെൽഫി എടുത്താലോ? ഞാൻ പറഞ്ഞു, ഇതിൻ്റെ എവിടെ പിടിച്ച് ഞെക്കണ്ടെന്ന് വല്ലതും അറിയാമോ? അറിയാമെന്ന് പറഞ്ഞു. എന്നെ പിള്ളേർ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അമ്മച്ചി ഞാനും കൂടെ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ പള്ളിയുടെ പടം ഇതിൻ്റെ മുൻവശത്ത് നിന്ന് ഒരാൾ എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടതുവശത്ത് നിന്ന് പടമെടുക്കുന്നു, വലതുവശത്ത് നിന്ന് പടമെടുക്കുന്നു, ഈ പള്ളിയുടെ പിറകിൽ നിന്ന് പടമെടുക്കുന്നു. 4 പേരും ഈ പള്ളിയുടെ പടമെടുക്കുന്നു. 4 പടവും ഒരുപോലെ ഇരിക്കുമോ? ഇല്ല. ഇതിലേത് പടമാണ് പള്ളിയുടെ ശരിയായ പടം? ഏതാ ശരിയായ പടം? ഓരോരുത്തരും വഴക്കുണ്ടാക്കുകയാണ്. ഞാൻ എടുത്ത പടമാണ് ശരിയായ പടം, ഞാൻ എടുത്തതാണ് ശരിയായ പടം. 4ഉം ശരിയായ പടമാണ്. പക്ഷെ 4ഉം ഒന്നാണോ? അതെങ്ങനെയാണ് 4ഉം ശരിയാവുന്നത്? 4ഉം ഒരുപോലെ അല്ലല്ലോ. അതിനൊറ്റ കാരണമേ ഉള്ളൂ, 4 പേരും നിന്നത് 4ഇടത്താണ്. ഞാനിവിടെ 6 എന്നൊരു സംഖ്യ എഴുതി എന്ന് വിചാരിക്കുക തറയിലോട്ട്. നിങ്ങളത് എത്രയായിട്ട് വായിക്കും? അതെങ്ങനെ ശരിയാവുന്നത്? ഞാൻ 6 അല്ലേ എഴുതിയേ, പിന്നെ എങ്ങനെ 9 ആവുന്നു? അതെങ്ങനെ ശരിയാവും? ഞാൻ എഴുതിയത് 6 പക്ഷെ നിങ്ങൾ എന്നോട് പറയുന്നു, എടോ മനുഷ്യ ഇയാൾ എഴുതിയത് 9. അപ്പൊ ഞാൻ പറയുന്നു ഒരിക്കലും അത് ശരിയാവില്ല, എഴുതിയ ഞാൻ ആണ് പറയുന്നത് അത് 6. അപ്പൊ നിങ്ങൾ പറഞ്ഞു താനായിരിക്കും എഴുതിയത്, പക്ഷേ ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് 9 തോന്നുന്നത്. ചോദ്യം, 6 9 ഇത്? നിങ്ങളെ ഇതുപോലും അറിയാത്ത ഒരുത്തനെയാണോ പ്രസംഗിക്കാൻ വിളിച്ചേക്കുന്നത് അല്ലേ? അതെങ്ങനെയാണ് ഒരു കാര്യം ഒരാൾക്ക് 6ഉം ഒരാൾക്ക് 9ഉമായി തോന്നുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ഈ സംഖ്യ 6 എന്ന് പറയുന്നത് എന്നറിയണമെങ്കിൽ നിങ്ങൾ ഞാൻ നിൽക്കുന്നിടത്ത് വന്ന് നോക്കണം. ഇയാൾക്ക് എന്താ ഇത് 6 തോന്നാൻ കാര്യം? ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് നോക്കുമ്പോൾ ഇത് 9 അതുപോലെ ഞാനും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് നോക്കണം, ഇതെന്താ ഇത്രയും മനുഷ്യര് ഇത് 9 പറയുന്നത്? 6 ശരി, 9 ശരി? 4 ഫോട്ടോയിൽ ഏതാണ് ശരിയായ ഫോട്ടോ? 4ഉം ശരിയാ, 6ഉം ശരിയാ, 9ഉം ശരിയാ. അങ്ങനെ ഒരു ശരിയുണ്ടോ? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്തുവാ? ശരി എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ അല്ലേ? 6ഉം ശരിയാ, 9ഉം ശരിയാ. അതെങ്ങനെ ശരിയാവും? 4 പടം എടുത്തിട്ട് നമ്മൾ പറയുന്നു ഈ 4ഉം ശരിയാ, 4ഉം പള്ളിയുടെ പടമാണ്. എന്തു മനസ്സിലായി? ഒരു പിണ്ണാക്കും മനസ്സിലായില്ല. പറ, എന്തോ മനസ്സിലായി? നമ്മൾ ഇതുപോലെയാണ് മനുഷ്യരെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ഒരു അഭിപ്രായം പറയും. നമ്മളുടെ വിചാരം നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന. എന്നാൽ നാം പറയുന്നതിന് നേരെ വിപരീതമായ ഒരു കാര്യമായിരിക്കും മറ്റൊരാൾ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഇംഗ്ലീഷ് വാക്ക് വിശദീകരിക്കാനാണ്. ഫ്രെയിം എന്നാണ് ആ വാക്കിൻ്റെ പേര്. ഫ്രെയിമിങ് കേട്ടിട്ടുണ്ടോ? ഫ്രെയിം നമുക്കറിയാം, ഫോട്ടോയൊക്കെ വെക്കുന്ന സാധനത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രെയിം. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പം ക്യാമറയിൽ നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്യും. ഇപ്പോൾ ഇത് ലൈവ് വെക്കാനായിട്ട് ഇത് ഒരു പ്രത്യേക ഫ്രെയിമിലാണ് വെച്ചിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാ? പ്രസംഗിക്കുന്നയാളെ കാണണം. അടുത്ത് അങ്ങോട്ട് തിരിച്ചു വെച്ചാലുള്ള കുഴപ്പം എന്താ? എന്താണോ കാണണം, മറ്റുള്ളവർ കാണണം എന്ന് ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ചില കളങ്ങൾ വരച്ച് ഒരു ഫ്രെയിം ഉണ്ടാക്കി ആ ഫ്രെയിമിൻ്റെ അകത്ത് നമ്മൾ മനുഷ്യനെ ഫിറ്റ് ചെയ്യും.
എന്നിട്ട് നമ്മൾ പറയും ഇന്നയാൾ ഇങ്ങനെയാണ്, ഈ മനുഷ്യൻ ഇങ്ങനെയാണ്. കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രെയിമിനുള്ളിൽ, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചതുരത്തിനുള്ളിൽ ഒരു മനുഷ്യനെ നമ്മൾ ആക്കിയിട്ട് നമ്മൾ പറയും അയാൾ ഇങ്ങനെയാണ്. ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും ഒന്നുകിൽ നാട്ടുകാര്, അല്ലെങ്കിൽ അപ്പനും അമ്മയും, അല്ലെങ്കിൽ മാതാപിതാക്കൾ, അല്ലെങ്കിൽ അയൽക്കാർ, അധ്യാപകർ, ഭർത്താവ്, ഭാര്യ, ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചതുരത്തിനുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. ഈ ഓരോ ചതുരവും എന്ന് പറയുന്നത് ഓരോ തരം കല്ലറകളാണ്. ഒരാളെ ജീവനോടെ കുഴിച്ചു മൂടാൻ ഉള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് അയാളെ ഫ്രെയിം ചെയ്യുക എന്നതാണ്. അയാളോ, അയാൾ കള്ളന, ഒരു ഫ്രെയിം ഉണ്ടാക്കി. ആ കൊച്ചോ ഒന്നിനും കൊള്ളത്തില്ല. ആ സാറോ കിഴങ്ങന. ഇയാളോ ചുമ്മാ. നമ്മൾ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ അഭിപ്രായത്തിനുള്ളിൽ നാം ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അയാളെ തിരികെ കയറ്റാൻ ശ്രമിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ഓരോ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 ദിവസമേ ആയുള്ളെങ്കിലും നിങ്ങൾ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്? ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഇയാളൊരു ലോക മണ്ടന, അല്ലെങ്കിൽ ഇയാളൊരു ലോക പാഴാണ്. എന്നിട്ട് നിങ്ങൾ അച്ഛനോട് പറയും ഇതുപോലുള്ള സൈസിനെ ഏതെങ്കിലും മണ്ടം മതിയെങ്കിൽ പിന്നെ ഇവിടെ ലോക്കൽ മണ്ടന്മാരെ വിളിച്ചാൽ പോരെ, ഇയാളെ എന്തിനാണ് കോട്ടയത്തൊന്ന് തള്ളിക്കൊണ്ടുപോകുന്നത്? നിങ്ങൾ ഓരോരുത്തരും എന്നെക്കുറിച്ച് ഓരോ ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഫ്രെയിം ഉണ്ടാക്കും, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച്. അവൾ മിടുക്കിയ, അവൻ മിടുക്കന, അവൻ മണ്ടന, അവനൊരു കഴകത്തില്ലാത്തവനാ, അവളോ അഹങ്കാരിയാണ്, ഇവനോ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവന്. ഓരോ ഫ്രെയിമിൻ്റെ അകത്ത് നമ്മൾ മനുഷ്യരെ ഇടുകയാണ്. ഒരാളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ഫ്രെയിമിങ്. ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് അത് വിശദമാക്കാം. നമ്മൾ ഈ രാഷ്ട്രീയ സാമൂഹിക മേഖലകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഒരാളെ ഇല്ലാതാക്കാനുള്ള എളുപ്പ വഴി അയാളെ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസിന്റെ ഒരു പ്രധാന നേതാവായിരുന്ന രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ, ഒരു പ്രത്യേക പാർട്ടിയിൽപ്പെടുന്നവർ അദ്ദേഹത്തിന് ഒരു പേര് കൊടുത്തു. എന്താണ്? പപ്പു. ശ്രദ്ധിക്കണം, എന്താ പേര് കൊടുത്തേ? പപ്പു. അതായത് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലാത്ത ഒരു കോമാളിയായിട്ടൊക്കെ നടക്കുന്ന ഒരാളെ പപ്പു എന്ന് വിളിക്കുന്നു. ആദ്യം നമ്മൾ വിചാരിച്ചു ആരും അത് വിശ്വസിക്കില്ലെന്ന്. എന്നാൽ ക്രമേണ കേരളത്തിൽ പോലും രാഷ്ട്രീയ എതിരാളികൾ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചു തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് പോലും ഒരു സംശയം, അയാളൊരു പപ്പുവാണോ? അപ്പോൾ രാഷ്ട്രീയമായി എതിരെ നിൽക്കുന്ന ഒരാളെ ജീവനോടെ ഇല്ലാതാക്കാൻ അയാളെ വെടിവെച്ച് കൊല്ലൊന്നും വേണ്ട, ഒരു ഫ്രെയിം ഉണ്ടാക്കി അങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അതിൻ്റെ അകത്ത് കിടന്ന് മനുഷ്യൻ ശ്വാസം മുട്ടും. അതിൽ നിന്ന് പുറത്തു വരിക എന്നത് എളുപ്പമല്ല. യേശുവിൻ്റെ കല്ലറയിലെ കല്ല് ഉരുട്ടി മാറ്റാൻ മാലാഖമാരുണ്ട്. എന്നാൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നാട്ടുകാരും അയൽക്കാരും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫ്രെയിം, അതിൻ്റെ കല്ല് ഉരുട്ടി മാറ്റാൻ ആരും വരില്ല, അത് നിങ്ങൾ തന്നെ ഉരുട്ടണം. ഈ ഒരു വിചാരം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ വേദപുസ്തകത്തിലെ ഒരു കഥാപാത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്നയാളാണ്, പേര് ദാവീദ് എന്നാണ്. ദാവീദിനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല, വേദപുസ്തകത്തിൽ ദാവീദിനെ അറിയാത്ത ആരും ഉണ്ടാവില്ല. ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞ ഫ്രെയിമിങ് അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടുണ്ടാക്കി അതിൻ്റെ അകത്ത് തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു. അതിൽ നിന്ന് ദാവീദ് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ന് നമ്മൾ ദാവീദിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നല്ല ദൈവമേ, പലതരം ചട്ടക്കൂടുകൾക്കുള്ളിൽ, പലതരം ഫ്രെയിമുകൾക്കുള്ളിൽ ഞങ്ങൾ ഓരോരുത്തരും കിടന്ന് പിടയുകയാണ്. ഞങ്ങളെ ജീവനോടെ ഇല്ലാതാക്കാൻ, ഞങ്ങളെ കൊല്ലുന്നതിനേക്കാളുള്ള എളുപ്പ വഴി ഞങ്ങളെ ഓരോ ഫ്രെയിമിനുള്ളിൽ തളച്ചിടുകയാണ് എന്ന് ഞങ്ങളെ അവിടുന്ന് ഓർപ്പിക്കണമേ. പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവരെക്കുറിച്ചും മറ്റുള്ളവർ ഞങ്ങളെക്കുറിച്ചും
ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഫ്രെയിമുകളെ, അത്തരത്തിലുള്ള ചട്ടങ്ങളെ കർത്താവെ പലപ്പോഴും ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും അതിനുള്ളിൽ കിടന്ന് ഞങ്ങൾ ശ്വാസം മുട്ടുകയും അങ്ങനെ അത് സത്യമാണെന്ന് വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങനെയുള്ള ഫ്രെയിമിങ്ങുകളിൽ നിന്നൊക്കെ എങ്ങനെയാണ് ദാവീദ് രക്ഷപ്പെട്ടത് എന്നത് ഓർക്കുവാനും, ഞങ്ങൾ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ ഞങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രെയിമുകളിൽ നിന്ന് കുതറി മാറുന്നതിന് അത് ഞങ്ങൾക്കിടയാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നിന്റെ വചനത്താൽ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില ഫ്രെയിമുകൾ, അതിൽ ഒന്നാമത്തേത് അപ്പോസ്തലൻ 1 ശമൂവേൽ 16-ാം അധ്യായം 10-ാമത്തെ വാക്യം. 1 ശമൂവേൽ 16:10. അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുൻപിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഫ്രെയിം. നമ്മൾ ഈ വേദഭാഗം അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ ഇസ്രയേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ ദൈവത്തിന് അനിഷ്ടമായത് പ്രവർത്തിച്ചതുകൊണ്ട് ദൈവം ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. പകരം ഒരു രാജാവിനെ വേണം. അങ്ങനെ ദൈവം ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, നീ എല്ലാ സ്ഥലങ്ങളിലും പോകണം. അങ്ങനെ പലയിടങ്ങളിൽ പോയി രാജാവിനെ ഒന്നും കിട്ടിയില്ല. അവസാനം ദൈവം പ്രേരിപ്പിച്ചതനുസരിച്ച്, ദൈവത്തിന്റെ ആത്മാവ് നിർദ്ദേശിച്ചതനുസരിച്ച് ശമൂവേൽ പ്രവാചകൻ ഇശായിയുടെ വീട്ടിൽ ചെന്നു. ഇശായിയുടെ വീട്ടിൽ ചെന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നതുപോലെ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. ഒരു പുതിയ രാജാവിനെ വേണം, അത് ഈ വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് നിന്റെ മക്കളിൽ ഓരോരുത്തരെ വിളിക്കണം. ഇശായിക്ക് എത്ര മക്കളാ? ഇശായി, വേദപുസ്തകത്തിലെ ഇശായി അറിയാമോ? ദാവീദിന്റെ അപ്പൻ ഇശായി. പറ, എത്ര മക്കളാ? ഉണ്ട വഴിയോലിരിക്കാതെ വല്ലതും പറ. പറ, പിള്ളേർക്ക് വരെ ചിരി വരും. എന്നാ നീ ഒന്ന് പറഞ്ഞേ, ഇശായിക്ക് എത്ര മക്കളാ? എത്ര മക്കളാ? ഈ സൺഡേ സ്കൂളൊന്നും പഠിക്കുന്നില്ലേ? എന്നാ പറ. ഇല്ലേ എംപോസിഷൻ ഇടി ഞാൻ. എത്ര മക്കളുണ്ട്? 2? 8? ആ, കറക്റ്റ്. ഇശായിക്ക് 8 മക്കളുണ്ട്. ഒരു 8 രാജാക്കന്മാരെ വാഴിക്കാനും മാത്രമുള്ള പിള്ളേർ ഇവിടെ തന്നെ ഉണ്ട്. പ്രവാചകൻ വന്നത് എത്ര രാജാവിന് വേണ്ടിയാ? 1. ഒരു വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ സപ്ലൈ ഉണ്ട്. ഈ രാജ്യത്ത് മാത്രമല്ല, അടുത്തുള്ള എല്ലാ രാജ്യത്തേക്കും വാഴിക്കാനും മാത്രം പിള്ളേർ ഈ വീട്ടിലുണ്ട്. അപ്പോൾ ഈ പ്രവാചകൻ വന്നിട്ട് ഇശായിയോട് പറഞ്ഞു, ആട്ടെ, നിന്റെ മക്കളെ ഞാനൊന്ന് കാണട്ടെ. ഇശായി ഓരോരുത്തരെ വിളിച്ചു. ഒന്നാമത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവന് നാഗർകോവിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച, SA രാജാ കോളേജിൽ പഠിച്ച ഇവൻ എഞ്ചിനീയറിംഗ് ആണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഈ രാജ്യത്തെ രാജാവിൻ്റെ വണ്ടി വല്ലതും കേടായാലൊക്കെ നന്നാക്കാൻ ഇവർ വേറെ ആരെയും വിളിക്കേണ്ട, ഇവൻ മിടുക്കനാണ്, ഇവൻ SA രാജാ കോളേജിൽ പഠിച്ചതാണ്. കൊള്ളാം. രണ്ടാമത്തവനെ വിളിച്ചു. അവൻ കാരക്കോണം മെഡിക്കൽ കോളേജിൽ പഠിച്ച, അവനെ അങ്ങോട്ട് നിർത്തി. മനസ്സിലായോ? അങ്ങനെ നെയ്യാറ്റിൻകര ഗവൺമെന്റ് കോളേജിൽ പഠിച്ചവൻ മൂന്നാമത്തവൻ. ഇങ്ങനെ ഇശായി ഓരോ മക്കളെ വിളിച്ച് ഇവരുടെ CV, നമ്മൾ ഈ ജോലിക്ക് പോകുമ്പോൾ CV കൊടുക്കത്തില്ലേ, നമ്മുടെ പടവും നമ്മുടെ ജാതകവും എല്ലാം കൂടെ വെച്ചിട്ട് വിദ്യാഭ്യാസം എത്ര, പ്രീ ഡിഗ്രി ആദ്യത്തെ പ്രാവശ്യം എപ്പോഴാ തോറ്റെ, മൂന്നാമത്തെ പ്രാവശ്യം എപ്പോഴാ തോറ്റെ എന്നുള്ളതെല്ലാം കൂടെ നമ്മൾ എഴുതി കൊടുക്കും. ഇതിനെ CV എന്ന് പറയും. ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ CV കൊടുക്കണം. അങ്ങനെ ഈ ശമൂവേലിന്റെ അടുക്കൽ ഓരോ മക്കളുടെയും കുറിച്ച് ഓരോരുത്തർ വരുന്നു. അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 7 പേര് വന്നിട്ടും ശമൂവേലിന് ഒന്നിനെയും പിടിക്കുന്നില്ല. അപ്പം ഈ എത്ര മക്കളാ ഇശായിക്കുള്ളത്? 8. ഒരു രാജാവിനെ ഈ വീട്ടിൽ നിന്ന് വാഴിക്കണമെന്ന് പ്രവാചകൻ തീരുമാനിക്കുന്നു. പക്ഷേ 7 പേരെ പരിചയപ്പെടുത്തുന്നുള്ളൂ. ഈ 8ാമത് ഒരു മകൻ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അപ്പൻ ഈ മകനെ പരിചയപ്പെടുത്താത്തത്? നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? ഒരു രാജാവാകാനുള്ള പ്രാപ്തി ആർക്കില്ല? ദാവീദിനില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രവാചകൻ പറഞ്ഞു കാണണം, ദൈവം ഈ വീട്ടിൽ നിന്നാണ് അടുത്ത രാജാവിനെ വാഴിക്കുന്നത്. അപ്പോൾ
ഇശായി ഇങ്ങനെ മനസ്സിൽ സ്വപ്നം കാണുകയാണ്. എത്ര ലഡു ആയിരിക്കും ഇശായിയുടെ മനസ്സിൽ പൊട്ടിയത് നിങ്ങളൊന്ന് ആലോചിച്ചു. ഓ, ഞാൻ രാജാവിൻ്റെ അപ്പനായിട്ടൊന്ന് അറമാദിക്കണം. എന്നെ ചീത്ത വിളിച്ച കുറേ പേരുണ്ട്. മുണ്ടുമൊക്കെ പൊക്കി കൊടുത്ത് അവന്മാരുടെ മുമ്പിൽ കൂടെ ഞാനൊന്ന് നടക്കും. കാരണം ഞാൻ രാജാവിൻ്റെ അപ്പൻ, രായപ്പനാ. മനസ്സിലായോ? രാജാവിൻ്റെ അപ്പനെ നമ്മൾ എങ്ങനെ വിളിക്കും? രാജപ്പൻ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ അപ്പൻ. ഞാൻ ഈ നെയ്യാറ്റിൻകര ടൗണിൽ കൂടെ ഒന്ന് നടക്കും. ഞാൻ പഴയ രായപ്പനല്ല, ഇത് രാജാവിൻ്റെ അപ്പൻ രായപ്പന. ഇങ്ങനെ എന്തെല്ലാം സ്വപ്നങ്ങൾ ഇശായി മനസ്സിൽ കണ്ടു കാണും. ഓരോരുത്തരെ വരുമ്പോൾ ഇവനെ എടുക്കും. പക്ഷേ 7 പേരെ എടുത്തിട്ടും കൊണ്ടുവന്നിട്ടും അവരെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടും ആരെയും പ്രവാചകന് ഇഷ്ടമായില്ല. എന്നാൽ ഇളയ ഒരു മകനുണ്ട്, അവനെ കൂടെ ഒന്ന് പരീക്ഷിക്കാമെന്ന് അപ്പന് തോന്നിയില്ല. കാരണം അപ്പൻ്റെ ദൃഷ്ടിയിൽ അവൻ ആരാണ്? കഴകത്തില്ലാത്തവന്. അവൻ വെറും കിഴങ്ങനാണ്, വെറും പൊട്ടേറ്റോ ആണ്. മനസ്സിലായോ? ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ വീട്ടിൽ നിന്നാണ് രാജാവിനെ വാഴിക്കാൻ പോകുന്നതെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടും 7 പേരെ പരീക്ഷിച്ചിട്ടും എനിക്ക് 8ാമതൊരുത്തനുണ്ട്, അവനെ കൂടെ ഒന്ന് പരീക്ഷിക്കാൻ ഈ അപ്പന് തോന്നിയില്ലെങ്കിൽ അതിനൊറ്റ കാര്യമേ ഉള്ളൂ. അപ്പൻ്റെ ദൃഷ്ടിയിൽ മകൻ എന്തില്ല? കഴിവില്ല. അപ്പോൾ അപ്പൻ എങ്ങനെയാണ് ദാവീദിനെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്? കഴകത്തില്ലാത്തവൻ, കൊള്ളാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൻ, പഠിക്കാത്തവൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ചില സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ, ചില സമയത്ത് നമ്മുടെ അധ്യാപകർ, ചില സമയത്ത് നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഗുഡ് ഫോർ നത്തിങ്, യൂസ്ലെസ്സാ. പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴും രാവിലെ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ പരീക്ഷയുടെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ അപ്പം പറയും, ദൈവമേ, ഇതുപോലൊരു മുതലിനെയാണല്ലോ നീ എനിക്ക് തന്നിരിക്കുന്നത്. ഇങ്ങനൊരു മണ്ണുണ്ണി, ഉണ്ണുണ്ണി എന്നാണ് അവൻ്റെ പേരെങ്കിലും അപ്പൻ അവനെ മണ്ണുണ്ണി എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരു കഴകത്തില്ല. ഏതു നേരത്തും അപ്പനും അമ്മയ്ക്കും ഈ മകനെക്കുറിച്ച് സങ്കടമാണ്. തീർച്ചയായും ഇശായിയുടെ വീട്ടിൽ എന്നും കളിയാക്കലും പരിഹാസവും അപമാനവും ഏറ്റ ആളായിരിക്കണം ആര്? ദാവീദ്. സ്വന്തം അപ്പനു പോലും കൊള്ളാവുന്നവനാണെന്ന് അഭിപ്രായമില്ലാത്ത മകനായിരുന്നു ദാവീദ്. ഞങ്ങൾ അച്ഛന്മാര് ആദ്യമായിട്ട് പള്ളിയിലൊക്കെ വരുമ്പം, CSIയിലെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, ഈ ഇവിടുത്തെ നാട്ടിലൊക്കെ ഞങ്ങൾ ഒരു വീട്ടിൽ ചെല്ലും. നമ്മൾ ആദ്യം വരും, എല്ലാ വീടും ഒക്കെ ഒന്ന് പോകും. കാരണം പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകാനുള്ളതായതുകൊണ്ട് വീടെല്ലാം ഞങ്ങൾ നോക്കി വെക്കും. അതുകൊണ്ട് എല്ലാ വീട്ടിലൊക്കെ ചെല്ലും, അല്ലേ? പിന്നെ പിരിവിന് വരണം, അങ്ങനെ പല ഉദ്ദേശം ഉള്ളതുകൊണ്ട് വീടൊക്കെ കൃത്യമായിട്ട് എൻ്റെ ലൊക്കേഷനൊക്കെ നമ്മൾ നോക്കി വെച്ചിരിക്കുക. അപ്പോൾ ചോദിക്കും, അച്ഛാ എത്ര പിള്ളേരാ ഇവിടെ, ആരൊക്കെ ഉണ്ട് എന്ന് പറയാ. മൂത്തവനുണ്ട്, അവന് അമേരിക്കയിലാണ്. 2ാമത്തവൻ UK-യിലാണ്. 3ാമത്തവൻ, അപ്പൊ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ അങ്ങ് കണ്ടമാനം പൊക്കി പറയും. 3ാമത്തവൻ ദുബായിലാണ്, അവൻ ഷെയ്ക്ക എന്ന് പറഞ്ഞാൽ പണിയൊന്നും ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം, ഷെയ്ക്കായിരിക്കുമെന്ന്. അവൻ ഷെയ്ക്ക. അപ്പൊ ഈ 3 മക്കളെക്കുറിച്ച് വളരെ കാര്യമായി പറയുന്ന അപ്പൻ ഇടയ്ക്കൊരുത്തനുണ്ട്, അവനെക്കുറിച്ച് മിണ്ടത്തില്ല. അപ്പം നമ്മൾ ചോദിക്കണം, 3ആണോ? ഒരെണ്ണം കൂടെ ഉണ്ട് അച്ഛാ. എന്നാ പറയാനാ, മനുഷ്യനെ കരയിപ്പിക്കാനും ഭൂമിക്ക് ഭാരവുമായിട്ട് ഒരുത്തനുണ്ട്, ഒരു പ്രയോജനവും ഇല്ല അച്ഛാ. അവൻ പ്രയോജനമില്ലെന്ന് പറഞ്ഞാൽ അവൻ നാട്ടിലാണ് ജോലി എന്നേയുള്ള അതിൻ്റെ അർത്ഥം. നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ഗുഡ് ഫോർ നത്തിങ് എന്നും ഒന്നിനും കൊള്ളാത്തവനെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്ന എത്രയോ മക്കളുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ അമേരിക്കയിലുള്ള മകന്റെ ഒപ്പമോ ദുബായിലുള്ള മകളുടെ ഒപ്പമോ പണം അവന് ശമ്പളമായില്ലെന്ന് കരുതി നിങ്ങൾ അവനെ എത്രയോ സന്ദർഭങ്ങളിൽ എഴുതി തള്ളിയിട്ടുണ്ട്. ഒരു ഫ്രെയിമാണ് ഒന്നിനും കൊള്ളാത്തവൻ. ഞാനൊരിക്കൽ ഒരു തിരുവല്ലായ്ക്കടുത്തൊരു സ്ഥലത്ത് വീട്ടിൽ പോകാനായിട്ട് ഇങ്ങനെ ബസ് നോക്കി നിൽക്കുക. അപ്പോൾ അതുവഴി ഒരു ചെറിയ കാറ് വന്നു. ഞാൻ നോക്കിയപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു സാർ എന്നെ കണ്ടുകൊണ്ട് വണ്ടി നിർത്തി. വീട്ടിലോട്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ വണ്ടിയിൽ കയറി. പോകുന്ന വഴിക്ക് ഞാൻ ചോദിച്ചു, സാർ എവിടെ പോയതാ? അപ്പോൾ പറഞ്ഞു, ഞാൻ ആശുപത്രിയിൽ പോയതാ. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? അപ്പോൾ ഇവർ 2 പേരും ടീച്ചേഴ്സാണ്. ടീച്ചർ ഹോസ്പിറ്റലിലാണ്. ഞാൻ പറഞ്ഞു, എന്നിട്ട് സാറിപ്പം വീട്ടിൽ പോകുന്നത് എന്തിനാ? ഓ, ഞാൻ അവളുടെ പാവാടയും ബ്ലൗസും ഒക്കെ എടുക്കാനായിട്ട് പോവാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ആശുപത്രിയിൽ ഇപ്പോൾ ആരുണ്ട്? ആരും ഇല്ലച്ചാ. എന്നിട്ട് സാർ എന്നോടൊന്നും പറഞ്ഞില്ല. കുറച്ച് നേരത്തേക്ക് സാറിന് ഭയങ്കര നിശബ്ദതയാണ്. എന്നിട്ട് സാർ എന്നോടൊരു കാര്യം പറഞ്ഞു, അച്ഛാ,
4 പിള്ളേരുണ്ട്, ഒരുത്തനെങ്കിലും മണ്ടനായിരുന്നെങ്കിൽ മതിയായിരുന്നു. എന്തോ പറഞ്ഞേ? 4 പിള്ളേരുണ്ട്, ഒരുത്തനെങ്കിലും മണ്ടനായിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇയാൾക്കത് ഇപ്പോഴാണോ മനസ്സിലായത്? ഞങ്ങളെയൊക്കെ ഈ സാറിന് ഭയങ്കര പുച്ഛമായിരുന്നു. ഞങ്ങളൊക്കെ മണുണാഞ്ഞന്മാരാ, ഒന്നും പഠിക്കത്തൊന്നുമില്ല. സാറിൻ്റെ മക്കളൊക്കെ വലിയ മിടുക്കരാ, നല്ലതായിട്ട് പഠിക്കും. അപ്പോൾ സ്വന്തം മക്കളെക്കുറിച്ച് എപ്പോഴും സാറിന് അഭിമാനമായിരുന്നു. എല്ലാവരും മിടുക്കരാ. പക്ഷേ വയസ്സുകാലത്ത് ഇച്ചിരി കഞ്ഞോളം അനത്തി തരാൻ, അയ്യോ എന്ന് പറഞ്ഞാലൊന്ന് ആശുപത്രി കൊണ്ടുപോകാൻ മക്കളാരും കൂടില്ല. ഇപ്പോഴാ സാറിന് ഓർമ്മ വരുന്നത്, ഒരാളെങ്കിലും മണ്ടനായിരുന്നെങ്കിൽ മതിയായിരുന്നു. നിങ്ങൾ മണ്ടനെന്നും കൊള്ളരുതാത്തവനെന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്ന പിള്ളേരുണ്ടല്ലോ, അവരെക്കുറിച്ചായിരിക്കും നിങ്ങൾ അവസാനം ഏറ്റവും അധികം അഭിമാനിക്കുന്നത്. വേദോസ്തവത്തിലൊരു വാക്കുണ്ട്, തള്ളിയ കല്ല് മൂലക്കല്ല. 8 മക്കളിൽ 7 പേരെക്കുറിച്ചും ഇശായിക്ക് വലിയ അഭിമാനമാണ്. എന്നാൽ ഈ 7 മക്കളല്ല കുടുംബത്തിന്റെ മാനം കാത്തത്. ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ, കഴകത്തില്ലെന്ന് പറഞ്ഞ ദാവീദ. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെക്കുറിച്ച് ഒന്നിനും കൊള്ളരുതാത്തവരെന്നായിരിക്കും പറയുന്നത്. ജോലിയില്ലാത്ത ചെറുപ്പക്കാരെ, നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെക്കുറിച്ച് എന്നും മോശമായ കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഓരോ ഫ്രെയിമിൽ ആക്കാൻ നിങ്ങളുടെ മാതാപിതാക്കൾ ചിലപ്പോൾ ശ്രമിച്ചെന്ന് വരാം. എന്നാൽ ആരെല്ലാം ഏതെല്ലാം ഫ്രെയിമിൽ നിങ്ങളെ ആക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയണം, അപ്പാ, ഞാൻ അപ്പൻ വിചാരിക്കുന്ന ആളല്ല. അപ്പന്റെ ദൃഷ്ടിയിൽ ഞാൻ കഴകത്തില്ലാത്തവനായിരിക്കാം, ഒന്നിനും കൊള്ളാത്തവനായിരിക്കാം. അപ്പന്റെ ഫ്രെയിമിൽ അങ്ങനെയാണെങ്കിലും ഞാൻ ആരാന്നറിയാമോ? ഞാൻ അതുക്കും മേലെയാ. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ കഴകത്തില്ലാത്തവരും ഗുഡ് ഫോർ നത്തിങ് എന്നൊക്കെ പറയുമ്പോൾ നേരിട്ട് അപ്പനോടും അമ്മയോടും അനുസരണക്കേടൊന്നും പറയരുത്. മനസ്സിൽ വീണ്ടും വീണ്ടും പറയണം, അപ്പാ, അപ്പൻ പറയുന്നയാളല്ല ഞാൻ, അപ്പൻ ചിന്തിക്കുന്നയാളല്ല ഞാൻ, അപ്പൻ വിചാരിക്കുന്നയാളല്ല ഞാൻ, ഞാൻ അതുക്കും മേലെയാ. ദാവീദിനെ അപ്പനും അമ്മയും ഫ്രെയിം ചെയ്തിരിക്കുക. 7 മക്കളെ പരീക്ഷിച്ചിട്ടും 8ാമത്തവനെ ഒന്ന് പരീക്ഷിക്കാൻ പോലും അപ്പന് താല്പര്യമില്ല. അത്രത്തോളം കഴകത്തില്ലാത്തവനാണ് ദാവീദ്. ആരുടെ ദൃഷ്ടിയിൽ? അപ്പന്റെ ദൃഷ്ടിയിൽ. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ചില അഭിപ്രായങ്ങൾ കാണും. എപ്പോഴും ഓർക്കണം, അത് വെറും അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ തലേ വര തീരുമാനിക്കുന്നത് ദൈവമാണ്. അപ്പന്റെ അഭിപ്രായമല്ല, അമ്മയുടെ അഭിപ്രായമല്ല. നിങ്ങൾ അതുക്കും മേലെയാ. 2ാമത്തെ ഫ്രെയിമിംഗ്, അതിന്റെ 17ാമത്തെ അധ്യായം 28ാമത്തെ വാക്യം. 17ാമത്തെ അധ്യായം 28ാമത്തെ വാക്യം. അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ കുറെ ആടുകളെ ഉള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നിഗളഭാവവും എനിക്കറിയാം. പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ദാവീദിനെ ഫ്രെയിം ചെയ്യുന്നത് ആരാണ്? അപ്പൻ, ഒന്നിനും കൊള്ളാത്തവൻ. ദാവീദിന്റെ മേൽ ചാരി വെച്ച 2ാമത്തെ ഫ്രെയിം അതെന്താണെന്നറിയാമോ? അത് അഹങ്കാരി എന്ന ഫ്രെയിം. നിങ്ങൾ ഈ വേദഭാഗം വായിച്ചു നോക്കുമ്പോൾ ദാവീദിന്റെ സഹോദരങ്ങളെല്ലാം യോദ്ധാക്കളാണ്, പട്ടാളക്കാരാണ്. അപ്പോൾ ഈ പട്ടാളക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ വീട്ടിൽ വന്നിട്ട് ഭയങ്കര പടക്കവടിയാ, തള്ള. ഞങ്ങൾ വെടിവെച്ചു, ഒരുണ്ട 2 പുലി, 2 പുലി ഒരുണ്ട, ഇമാതിരി തള്ള. എൻ്റെ അപ്പനും പട്ടാളക്കാരനാണ്. അയ്യോ, വെടിവെച്ച കഥ പറയുന്ന കേട്ടാൽ എവിടെയെങ്കിലും ഒരു ഉണ്ട കൊണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ഭയങ്കര തള്ള. അപ്പൊ ഈ പട്ടാളക്കാരായ സഹോദരന്മാർ വന്ന് വീട്ടിലിരുന്ന് എപ്പോഴും അങ്ങ് തള്ള, ഞങ്ങൾ വെടിവെച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ. അപ്പൊ ദാവീദിനൊരു സംശയം, ഇത്രയൊക്കെ വെടിവെപ്പ് നടക്കുമ്പം എന്നാ ഒന്ന് പോയി കാണാം, ഇവന്മാരെന്ത് പിണ്ണാക്ക അവിടെ ചെയ്യുന്നതെന്നൊന്ന് അറിയാലോ. കാരണം ഈ തള്ളു കേട്ടിട്ട് ദാവീദിന് ഇരിക്കാൻ മേല, എന്നും വെടിവെപ്പ. അങ്ങനെ ഒരു ദിവസം ദാവീദ് എന്ത് തീരുമാനിച്ചെന്നറിയാം? എന്നാ ഈ സഹോദരന്മാർ ജോലി ചെയ്യുന്നിടത്തൊന്നും പോകാം. അങ്ങനെ പതുക്കെ ദാവീദ് ഈ സഹോദരന്മാരുള്ള സ്ഥലത്ത് ചെന്ന് അവിടെ ചെന്നപ്പോഴാണ് കൊതുകിനെ അടിച്ചോണ്ടിരിക്കുക. വെടിവെപ്പൊന്നുമില്ല. മനസ്സിലായോ? വീട്ടിൽ വന്ന് വൈകിട്ട് പറയുന്നത് എന്തുവാ? വെടിവെപ്പ്, മിസൈല്, സ്കഡ് മിസൈലാണ് ഇവരെല്ലാ ദിവസവും വിടുന്നത്. പക്ഷേ ചെന്നപ്പോഴാണ് മനസ്സിലായി, ചുമ്മാ കൊതു അടിച്ചിരിക്കുക. ചേട്ടന്മാർക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി.
ഉടനെ ഈ ദാവീദിന്റെ ചേട്ടൻ പറയുക, നീ എന്തിനാ ഇവിടെ വന്നേക്കുന്നേ? എന്നിട്ട് അടുത്ത ഡയലോഗ്, നിന്റെ അഹങ്കാരം എനിക്കറിയാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കാര്യവുമില്ലാതെ ദാവീദിനെ സഹോദരന്മാർ വിളിക്കുന്നത് എന്താണ്? അഹങ്കാരി. നിങ്ങളെ ആരെങ്കിലും അഹങ്കാരി എന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എപ്പോഴാ അഹങ്കാരി എന്ന് വിളിക്കുന്നത്? ഈ അഹങ്കാരം എന്നത് വാസ്തവത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്തവരെ വിളിക്കാനുള്ള, ചീത്ത വിളിക്കുന്നതിനേക്കാൾ നമുക്ക് സൗകര്യമാണ് അഹങ്കാരി എന്ന് വിളിച്ചാൽ. ഇപ്പം നമ്മുടെ ഇപ്പം പെൺപിള്ളേരെയാണ് കൂടുതലും അത് വിളിക്കുന്നത്. എടി നീ ഇന്ന് അവിടെ പോണ്ട, പോയാൽ എന്താ കുഴപ്പം? അഹങ്കാരി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പോകണ്ട എന്ന് പറയാൻ അമ്മയ്ക്ക് കാരണമൊന്നുമില്ല. കാരണമില്ലാത്തതിന് അമ്മ എളുപ്പത്തിൽ പ്രയോഗിക്കുന്ന സ്കഡ് മിസൈലാണ് എന്ത്? അഹങ്കാരി. പള്ളിയിൽ പോകുന്ന നേരത്ത് ജീൻസ് ഇടുന്നു. എടി നീ ജീൻസ് ഇടണ്ട, ഇട്ടാ എന്നാ? എടി അഹങ്കാരി, നിന്നോടാ പറഞ്ഞത് എന്തിടണം? കാരണം അമ്മയ്ക്ക് അതിനെന്തില്ല, മറുപടിയില്ല. ഇങ്ങനെ മറുപടി ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ റോക്കറ്റ് വിടുന്ന പോലെ വിടുന്ന സാധനമാണ് എന്ത്? അഹങ്കാരി. ദാവീദിന്റെ സഹോദരങ്ങൾ ദാവീദിനെ വിളിക്കുന്ന പേര് അഹങ്കാരം. സത്യത്തിൽ ദാവീദ് എന്ത് അഹങ്കാരമാ ചെയ്തേ? ഇപ്പം നിങ്ങൾ പെൺപിള്ളേരൊക്കെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഒരു കാലെടുത്ത് വേറൊരു നമ്മുടെ കാലിൻ്റെ പുറത്ത് വയ്ക്കും. അപ്പോൾ അപ്പനും അമ്മ എന്താ പറയും? കാല് മാത്രം ഒരു അഹങ്കാരി എന്ന് പറയും. എടീ എൻ്റെ കാലിൻ്റെ പുറത്തല്ല, അത് പിന്നെ വല്ലവൻ്റെ മണ്ടയ്ക്ക് വെക്കാൻ പറ്റും? എങ്ങനെയാണ് ഞാൻ എൻ്റെ കാലിൻ്റെ പുറത്ത് വെച്ചാൽ എങ്ങനെയാണ് ഞാൻ അഹങ്കാരിയാവുന്നത്? കാലകത്തി വെച്ചാൽ വിനയം, കാല് ഇങ്ങനെ വെച്ചാൽ എന്തെല്ലാം രസകരമായ നിർവചനങ്ങളാണെന്നറിയും. ജീൻസ് ഇട്ടാൽ അഹങ്കാരി, ലെഗിൻസ് ഇട്ടാൽ അഹങ്കാരി, ഒരു കടുക്കൻ ഇട്ടാൽ അഹങ്കാരി, മുടി ഇങ്ങനെ വെച്ച അഹങ്കാരി. നമുക്കിഷ്ടമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരാൾ ചെയ്യുന്നത് എന്താവില്ല? നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്, എടി മൊബൈൽ കുത്താതിരിക്കടി അഹങ്കാരി. ഈ തള്ളയ്ക്ക് കുത്താൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് പിള്ളേരെന്ത് വേണം? അല്ലേ? ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആരാണ്ടടെ തേങ്ങ കിട്ടിയ പോലെ. ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഈ അമ്മച്ചിക്കില്ല. ഇതൊട്ട് കുത്താൻ അറിയത്തുമില്ല. കുത്തുന്നത് കാണുമ്പോൾ അസൂയമാണ്. അമ്മച്ചിക്ക് ജീൻസ് ഇടണമെന്നുണ്ട്, പക്ഷെ കാല് പൊങ്ങിയിട്ട് വേണ്ടേ അതിൻ്റെ അകത്തോട്ട് കയറാൻ. അപ്പം കാലൊട്ട് പൊങ്ങത്തുമില്ല, ജീൻസ് ഇടാനും പറ്റത്തില്ല. അപ്പൊ ഈ കലിപ്പ് എങ്ങനെ തീർക്കണം? അഹങ്കാരി ഉണ്ടോ? അല്ലാതെ തള്ളയ്ക്ക് കാല് പൊങ്ങാഞ്ഞിട്ടല്ല. ഞാൻ പറയാമോ, നമ്മൾ ഈ അഹങ്കാരി എന്ന് പറഞ്ഞ് മനുഷ്യരെ വിളിക്കുമ്പോൾ അതിൻ്റെ യുക്തി, അതിൻ്റെ കാരണം വളരെ ലളിതം. ഒന്നുകിൽ അവർ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള ധൈര്യം നമുക്കില്ല. അങ്ങനെ വരുമ്പോൾ എനിക്ക് ധൈര്യം ഇല്ലെന്ന് പറയാനും വയ്യ, നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന് സമ്മതിക്കാനും വയ്യ. പിന്നെ ആകെയുള്ള വഴി എന്താണെന്നറിയാം? അഹങ്കാരി. ഈ ഇവിടെ കുറേ പിള്ളേരൊക്കെ ഇരിപ്പുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇത്രയും പിള്ളേരൊക്കെ കൺവെൻഷന് വരുന്നു എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. ഞങ്ങളുടെ അവിടെയൊക്കെയാണ് ഇപ്പോൾ ബംഗാളികളെ ഇറക്കിയ കൺവെൻഷൻ നടത്തുന്നത്, ആളില്ല. ഈയിടെ നിങ്ങൾ പത്രത്തിൽ, മലയാളം പത്രം വായിക്കുന്നവരല്ലായിരിക്കും, മർത്തോമ പള്ളിയിൽ ഒരു കപ്പ്യാരെന്നല്ലേ ഇവിടെ പറയുന്നേ, ആണോ ഈ ശുശ്രൂഷകന്? ബംഗാളിയാ, പത്രത്തിൽ വന്നതാ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പിള്ളേർക്ക് ചിലർക്കെങ്കിലും നിങ്ങൾ മിസ്റ്റർ കേരള, മിസ് വേൾഡ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ പള്ളിയിൽ ചിലർക്ക് മിസ് അഹങ്കാരി ആണോ? അവിടെ നടപ്പ് കണ്ടോ? അവിടെ കുണുക്കം കണ്ടോ? അവൾ ഇട്ടിരിക്കുന്നത് കണ്ടോ? അവനെ കണ്ടോ? നമ്മളിങ്ങനെ രാവിലെ ഒരു ലോഡ് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റുമായിട്ട് വീട്ടിൽ നടന്നു. നീ വന്നേ, നീ ഇന്ന് മുതൽ സൗമ്യൻ എന്നറിയപ്പെടും. നമ്മളിങ്ങനെ വീട്ടിൽ പോക്കറ്റിൽ കുറച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം സൗമ്യൻ കൊടുക്കും, മിസ്റ്റർ സൗമ്യൻ, മിസ് സൗമ്യ. നമുക്ക് ഏതെങ്കിലും ഒരു ചെറുക്കനെയോ പെണ്ണിനെയോ കണ്ടെടുത്താൽ കണ്ടുകൂടായെങ്കിൽ അഹങ്കാരി. ഇവിടെ ദാവീദിനെ എന്തോ വിളിക്കുന്നേ? അഹങ്കാരി. നിങ്ങൾ എന്തോ ചെയ്തിട്ടാണ് ദാവീദിനെ അഹങ്കാരി എന്ന് വിളിക്കുന്നത്? ഒന്നുമില്ല. ദാവീദ് അവിടെ വന്നത് ആർക്ക് ഇഷ്ടമായില്ല? സഹോദരന്മാർക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ദാവീദിന്റെ മേൽ ചാരി വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ഫ്രെയിം അഹങ്കാരി. ഒന്നാമത്തെ ഫ്രെയിം ആരാ ചാരി വെച്ചത്? അപ്പൻ ചാരി വെച്ച ഫ്രെയിമിന്റെ പേര് ഒന്നിനും കൊള്ളാത്തവൻ.
രണ്ടാമത്തെ ഫ്രെയിം ചാരി വെച്ചിരിക്കുന്നത് സഹോദരങ്ങൾ. അവര് ദാവീദിന് കൊടുത്ത പട്ടം അഹങ്കാരി. എന്തായിരിക്കും ദാവീദ് അവിടെ ചെയ്തത്? ഈ സഹോദരങ്ങൾ തന്നെ അഹങ്കാരി എന്ന് വിളിച്ചപ്പോൾ ദാവീദ് തർക്കുത്തരമൊന്നും പറഞ്ഞു കാണില്ല. പക്ഷെ മനസ്സിൽ പറഞ്ഞു, ചേട്ടൻ വിചാരിക്കുന്ന ആളല്ല ഞാൻ അതുക്കും മേലെയാ. മൂന്നാമത്തെ ഫ്രെയിം 16-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനിയുള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു. അപ്പോൾ ദാവീദിന്റെ മേൽ ചാരി വെച്ചിരിക്കുന്ന മൂന്നാമത്തെ ഫ്രെയിം എന്താണ്? അവന്റെ ജോലിയാണ്. എന്തുകൊണ്ടാണ് ഇശായി ദാവീദിനെ രാജാവായി പരിഗണിക്കാൻ ശമൂവേലിന്റെ മുൻപിൽ അവതരിപ്പിക്കാത്തത്? അവന്റെ ജോലി എന്ന് പറയുന്നത് ആടിനെ മേയ്ക്കലാണ്. അവന് രാജാവാകാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം വിലയിരുത്തുന്നത് നമ്മൾ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ്. ആണോ അല്ലയോ? നിങ്ങൾ സത്യസന്ധനായിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾ കള്ളു കുടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾ രാവിലെയും വൈകിട്ടും വേദോത്സവം വായിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ജോലി ഗ്ലാമർ ഉള്ളതല്ലെങ്കിൽ പോയി. ഞാൻ ഈ സെമിനാരിയിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ റോഡ് സൈഡിലൊക്കെ ഈ കപ്പലണ്ടി വറുത്ത് വിൽക്കുമല്ലോ. നല്ല രസമാണ്, നല്ല മണമാണ് അവിടെയൊക്കെ പോയി. അപ്പം ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പം 1 രൂപയൊക്കെ കൊടുത്താൽ ഒരു കുറ്റി കപ്പലണ്ടി കിട്ടും, ഇത്രയോ. എന്നിട്ട് അതും കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചാൽ 24 മണിക്കൂർ വിശക്കത്തില്ല. അതാ അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോഴും കടയിൽ ഇതിൻ്റെ ഈ കപ്പലണ്ടിയൊക്കെ കാണുമ്പോൾ ഇവിടെ കപ്പലണ്ടി എന്നാണോ തമിഴ്നാട്ടിൽ പറയുന്നത്, അതോ കടലയാണോ? നിങ്ങൾക്ക് മനസ്സിലായോ? റോഡ് സൈഡിൽ അത് തന്നെ. അപ്പോൾ ഞാനൊരു ദിവസം ഈ കപ്പലണ്ടി വിൽക്കുന്ന ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ഒരു ദിവസം എത്ര രൂപയുടെ കപ്പലണ്ടി വിൽക്കും? അപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, സാറേ ഒരു ദിവസം ഒരു 700 രൂപ 800 രൂപയുടെ കപ്പലണ്ടിയൊക്കെ വിൽക്കും. അപ്പോൾ ഒരു മാസം എത്ര കിട്ടും? പിള്ളേരായിരിക്കും ഇപ്പോൾ പാട്ട് നിർത്തി കപ്പലണ്ടി കച്ചവടത്തിന് പോയാൽ മതി എന്നായിരിക്കും അല്ലേ? അപ്പോൾ എന്നോട് ആ ചേട്ടൻ പറയുക, സാറേ 700 രൂപ മുതൽ 800 രൂപ വരെയാണ് എന്ത് കച്ചവടം. അപ്പോൾ ഒരു മാസം 24,000 രൂപ കിട്ടും. ചില ദിവസം കച്ചവടം കുറഞ്ഞു എങ്കിലും മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ ഒരു മാസം ഒരു 20,000 രൂപ കിട്ടും. നിങ്ങളുടെ മോൾക്ക് ആ കപ്പലണ്ടി കച്ചവടക്കാരനുമായിട്ട് പ്രേമമായെന്ന് വിചാരിക്കുക. കല്യാണം കഴിച്ചു കൊടുക്കും അപ്പനും അമ്മയും. അയാൾ കള്ളു കുടിക്കത്തില്ല, ബീഡി വലിക്കത്തില്ല, എല്ലാ ആഴ്ചയും പള്ളിയിൽ പോവും, വേദപുസ്തകം വായിക്കും, എല്ലാം ചെയ്യും. കെട്ടിച്ചു കൊടുക്കില്ലയോ? എന്നാൽ ഇതേ ചേട്ടൻ ഗൾഫിൽ പോയി, അവിടെയും ഇത് തന്നെയാണ് പണി. മനസ്സിലായോ? കപ്പലണ്ടി അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും അതാണല്ലോ. ഗൾഫിൽ നിന്ന് ഒരു കല്യാണാലോചനയൊക്കെ വന്നവർ ഒരു M4 കൊടുക്കും, മാട്രിമോണിയൽ സൈറ്റിൽ. അണ്ടി കച്ചവടമൊന്നും ആയിരിക്കത്തില്ല കൊടുക്കുന്നത്, പിന്നെന്തായിരിക്കും? നട്ട്സിന്റെ ബിസിനസ്സാന്ന് പറയും. മനസ്സിലായോ? കോട്ടയത്ത് ഇളക്കിയാൽ എന്തില്ല? സ്റ്റാറ്റസ് ഇല്ല. ദുബായി പോയി ഇളക്കിയാലോ? കാരണം M4 കൊടുക്കുന്നത് അവന് നട്ട്സിന്റെ ബിസിനസ്. അവിടെ എന്തുവാ? നമ്മുടെ പിള്ളേരെല്ലാം 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും ഒക്കെ നാട് വിട്ടു പോകുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം കാര്യത്തോടടുക്കുമ്പം നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ പ്രശ്നമാണ് അല്ലേ? നിങ്ങൾ എല്ലാവരും കല്യാണം കഴിച്ചാണോ? ഇവർ രണ്ടുപേരും കഴിച്ചാണ്, അതുകൊണ്ടാണല്ലോ കൊച്ചുള്ളത്. മറ്റേ നിങ്ങൾ പുറകെ ഇരിക്കുന്നവരൊക്കെ കെട്ടിയതാണോ? കെട്ടിയില്ല. വേറെ പണി വല്ലതും ഉണ്ടോ? ഈ ചേട്ടൻ സഹോദരൻ സരിഗമ പതനിസ മുഴുവൻ പാടും. മനസ്സിലായോ? നീ ഒന്ന് മൊഴിഞ്ഞാൽ മതി, ഞാൻ തൊഴിക്കാമെന്നൊക്കെയുള്ള പാട്ടുമൊക്കെ പാടും. സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കൊച്ചിന് ഇവൻ നല്ല പാട്ടുകാരനാണല്ലോ എന്ന് കരുതി പ്രേമം തോന്നിയാൽ, തോന്നണ്ട, പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. കല്യാണാലോചന വരുമ്പോൾ പറയും പാട്ടൊക്കെ കൊള്ളാം, അവന് ജോലി എന്തുവാ? ശരിയല്ലേ? ഒരു 20,000 രൂപ ഈ സഹോദരന് മാസം കിട്ടുമെങ്കിൽ ഇവിടുന്ന് എത്ര കൊടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും ഉടനെ അപ്പനും അമ്മയും ചോദിക്കും, ജോലി എന്തോ? കള്ളു കുടിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, എല്ലാ ദിവസവും വേദോത്സവം വായിക്കും, പ്രാർത്ഥിക്കും, നല്ല ഭക്തനായ മനുഷ്യനാണ്. പക്ഷേ ജോലി എന്താ?
നമ്മളെ മനുഷ്യരിന്ന് വിലയിരുത്തുന്നത്. അല്ലെ പിന്നെ ഒരു സിനിമയിലോ വല്ലോ പാടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിനൊരു ഗ്ലാമർ കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ നാടിൻ്റെ അവസ്ഥ സത്യസന്ധതയിലൊന്നും ഒരു കാര്യമില്ല. തുട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഗൗരവമായ ചോദ്യമാണ്. വരുമാനമില്ലെങ്കിൽ മാനമില്ല. നിങ്ങൾ കള്ളുകുടിക്കത്തില്ലെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല, നിങ്ങൾ പള്ളിയിൽ പോകുമെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. നിങ്ങളുടെ മാനം നിങ്ങളുടെ വരുമാനവുമായി ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ അല്ലെന്ന് പറ, അങ്ങനെ അല്ല അച്ഛാ എന്ന് പറഞ്ഞാൽ ഞാനൊരു 2-3 കല്യാണാലോചന കൊണ്ടുവരും. അന്നേരപ്പോഴും ഇത് തന്നെ പറയണം. വരുമാനമില്ലാത്തവൻ എന്തോന്നു മാനം. ദാവീദിന്റെ മേൽ ചാരി വെച്ചിരിക്കുന്ന 3-ാമത്തെ തോട്ടി അവന്റെ ജോലിയാണ്. എത്രയധികം ചെറുപ്പക്കാരുണ്ടെന്നറിയാമോ? നന്നായി ജീവിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന ചെറുപ്പക്കാർ. പക്ഷേ കല്യാണാലോചന വരുമ്പോൾ അവർക്ക് പ്രശ്നമാണ്. അവരുടെ സത്യസന്ധതയ്ക്ക് യാതൊരു വിലയുമില്ല. യുവജന സഖ്യത്തിൽ പ്രവർത്തിച്ചതിന് യാതൊരു വിലയില്ല. അല്ലെങ്കിൽ ഒളിച്ചോടണം, അതേ ഉള്ളു വഴി. മര്യാദയ്ക്കാരും കെട്ടിച്ചു തരത്തില്ല. ദാവീദിന്റെ മേൽ ചാരി വെച്ചിരിക്കുന്ന 3-ാമത്തെ ഫ്രെയിം എന്താണ്? ജോലിയാണ്. അവന്റെ ജോലി അതാ. ഈ പള്ളിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ മാന്യതയാണോ? അല്ല. ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടനും അത്രയും ശമ്പളം വാങ്ങിക്കുന്ന സ്കൂളിലെ സാറിനും ഒരേ മാന്യതയാണോ? അല്ല. കാരണം തൊഴിൽ എന്ന് പറയുന്നത് നമ്മുടെ മേലുള്ള ഒരു തോട്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ മേലുള്ള ഒരു ഫ്രെയിമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, എന്തുകൊണ്ടാണ് ദാവീദിനെ കുറിച്ച് അപ്പനൊരു മതിപ്പില്ലാത്തത്? അവൻ വെറും ആട്ടിടയനാണ്. അങ്ങനെ അവന്റെ തൊഴിലിന്റെ പേരിൽ അപ്പനും അമ്മയും കുടുംബത്തിലെ സഹോദരങ്ങളും ഒക്കെ അവനെ കളിയാക്കുമ്പോൾ ദാവീദ് മനസ്സിൽ പറഞ്ഞു കാണണം, എൻ്റെ തൊഴിൽ നോക്കി നിങ്ങൾ എന്നെ അളക്കരുത്, ഞാൻ അതുക്കും മേലെയാ. 4-ാമത് ഒരു ഫ്രെയിമും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പതിനേഴാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 38-ാമത്തെ വാക്യം, ശൗൽ തൻ്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ച് അവന്റെ തലയിൽ താമ്രശിരസ്ത്രം വെച്ചു, തൻ്റെ കവചവും അവനെ ഇടുവിച്ചു, പടയങ്കിമേൽ അവന്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി, എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായകയാൽ ഇവ ധരിച്ചുകൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവയെ ഊരിവെച്ചു. വസ്ത്രം. നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത് അയാൾ ധരിക്കുന്ന വസ്ത്രം വെച്ചിട്ടാണ്, അല്ലേ? അപ്പോൾ ദാവീദ് ഗോലിയാത്തിനെ കൊല്ലണം എന്ന ആഗ്രഹത്തോടെ ശൗലിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് ദാവീദിനെ കൊല്ലണം. അപ്പൊ രാജാവ് പറഞ്ഞു, ഇടയർക്ക നീ വീട്ടിൽ പോകും, നീ ചുമ്മാ ഭിത്തിയെ പടമായി പോകും, ഗോലിയാത്തിനോടൊന്നും യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തി നിനക്കില്ല. അയാൾ കുങ്ഫു കരാട്ടയൊക്കെ പഠിച്ചതാണ്. നിനക്കാണെങ്കിൽ ആകെ അറിയാവുന്നത് ഇത് മാത്രമേ ഉള്ളൂ, കല്ലുകൊണ്ട് ഇങ്ങനെ കളിക്കാം, നീ വീട്ടിൽ പോയിർക്ക. അപ്പം പറഞ്ഞു, എനിക്ക് കൊല്ലണം. അങ്ങനെ അവസാനം ഈ ചെറുക്കൻ പോകത്തില്ലെന്നായപ്പം രാജാവ് എന്തോ ചെയ്യുന്നറിയാമോ? രാജാവിന്റെ പടച്ചട്ട, കാരണം കുന്തമൊക്കെ വന്നു കൊണ്ടാൽ മുറിയാതിരിക്കണം, തലയിൽ പരിക്കേൽക്കരുത്, അങ്ങനെ തലയിൽ ഒരു ഹെൽമെറ്റ്, ദേഹത്ത് മുഴുവൻ ഒരു വസ്ത്രം, ഈ യുദ്ധത്തിന് ധരിക്കുന്ന വസ്ത്രം, കയ്യിലൊരു വാളും ഗദയും ഒക്കെ കൊടുത്തു. ഇതെല്ലാം കൂടെ പിടിച്ചപ്പോഴത്തേക്ക് ദാവീദ് ഉരുണ്ട് താഴെ വീണു. ദാവീദ് പറഞ്ഞു, എൻ്റെ ഏമാനെ, എനിക്കിതൊന്നും പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഈ പടച്ചട്ടയും കാര്യങ്ങളും ഒക്കെ ഈ രാജാവ് ധരിപ്പിക്കുന്നത്? ഒരു യോദ്ധാവാകണമെങ്കിൽ, ഒരു പട്ടാളക്കാരനായി കാണണമെങ്കിൽ നിന്റെ വസ്ത്രം ഇങ്ങനെയൊക്കെ ഇരിക്കണം. ഒരാൾ മാന്യനാകണമെങ്കിൽ, ഒരാൾ അന്തസ്സുള്ളവനാകണമെങ്കിൽ അയാളുടെ വസ്ത്രം ഇങ്ങനെയൊക്കെ ഇരിക്കണം. വസ്ത്രം നോക്കി അസ്ത്രം എയ്യുന്ന കാലമാണ്. ലോകം മുഴുവൻ അറിയുന്ന ആളാണ് ദയാഭായ്. ഒരു പ്രാവശ്യം അവരെ ഒരു AC കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറക്കി വിട്ടു. അതിന്റെ കാരണം അവരൊരു ആദിവാസി വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അങ്ങനെ വസ്ത്രം ധരിക്കുന്ന ഒരാൾക്ക് എവിടെ യാത്ര ചെയ്യാൻ പറ്റില്ല? AC-യിൽ അവർ യാത്ര ചെയ്യില്ല. വസ്ത്രം ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നമാണ്. ചില പ്രത്യേക മതത്തിൽപ്പെട്ടവരെ അവരുടെ വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ സംശയത്തോടെ നോക്കുകയാണ്. ഡൽഹിയിൽ കലാപമുണ്ടായ സമയത്ത് പറഞ്ഞതെന്താ? അവരുടെ വസ്ത്രം കണ്ടാൽ അറിയാം അവർ കുഴപ്പക്കാരാണ്. വസ്ത്രം മരണം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ദാവീദിന്റെ മേൽ പറയുന്നു, നിനക്ക് ഒരു പടയാളിയാകണമെങ്കിൽ നീ അതിന് ചേർന്ന വസ്ത്രം ധരിക്കണം. അതിന് ചേർന്ന വസ്ത്രം ധരിക്കാതെ നിനക്ക് എങ്ങനെ ഒരു പടയാളിയാകാൻ പറ്റും? ഒരു കഥയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.
ഞാൻ എൻ്റെ ഈ ഡോക്ടറേറ്റ് ഒക്കെ പഠിച്ചത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ എൻ്റെ ഈ ഡിഗ്രി കിട്ടുന്ന സമയത്തിന് മുമ്പ് ഞാൻ അവധിക്കൊന്ന് നാട്ടിൽ വന്നിട്ട് അപ്പം ചെന്ന ഉടനെ നമുക്ക് ഈ ഡിഗ്രി കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ അവിടെ സായിപ്പിൻ്റെ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് സൂട്ടും കോട്ടും ഒക്കെ ഇടണം. സായിപ്പിൻ്റെ രീതിയിൽ തന്നെ വേണം. എനിക്കാണ് ഇതില്ല, ഈ സൂട്ടും കോട്ടും ഒന്നും. അപ്പം എൻ്റെ അനിയൻ അവനൊരെണ്ണമുണ്ട്. അവനെ കല്യാണം കഴിച്ചപ്പോൾ ഇട്ടതാണ്. കല്യാണം കഴിച്ചുകൊണ്ട് അവൻ ആകെ ഉണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത് ഈ ഒരു സൂട്ടും കോട്ടും ഒക്കെ കിട്ടും. അതിങ്ങനെ മറ്റേ മെഡൽ പോലെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞടാ, നീ ആ സൂട്ടും കോട്ടും എനിക്കിങ്ങത്താ. ഞാൻ ഈ ഡിഗ്രി വാങ്ങിക്കാൻ പോകുമ്പോൾ സായിപ്പിന് നിർബന്ധമാണ് ഈ സൂട്ടും കോട്ടും ഇടണം. ഞാനത് പരിപാടി കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ നിനക്ക് തിരിച്ചു തന്നേക്കാം. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് ഡ്രൈ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കാശ് ആരുടെ പോക്കറ്റിൽ നോക്കും? എൻ്റെ പോക്കറ്റ്. ഞാൻ സമ്മതിച്ചു. ഞാൻ അങ്ങനെ ഡ്രൈ ക്ലീനൊക്കെ ചെയ്തു, ഈ സൂട്ടും കോട്ടും ഒക്കെ ശരിയാക്കി വെച്ചു. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് എനിക്കൊരു മടി. കാരണം ഞാൻ കോട്ടങ്ങാണ് വിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ നാട്ടുകാരെന്തോ പറയും, ഓ അഹങ്കാരി, ഓ വേറെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ നാട്ടുകാരെ പേടിയായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പാൻറ് ഇടാതെ പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പാൻറ് ഇട്ടു, ഷർട്ടും ഇട്ടു, പക്ഷെ കോട്ടിട്ടില്ല. കാരണം ആളുകൾ എന്നെ എന്തോ വിളിക്കും. ഞാനിതിട്ട് കണ്ടാൽ ഉടനെ ആളുകൾ പറയും ഇന്നിടത്തെ മോത്തി, ഓ അവൻ്റെ അഹങ്കാരം, പിന്നെ പല്ലൊക്കെ കടിച്ച് പൊട്ടിച്ചൊക്കെ ആകെ പ്രശ്നമാണ്. വെറുതെ അവിടുത്തെ തള്ളമാരുടെ പല്ല് കടിച്ച് പൊട്ടിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കോട്ടിട്ടില്ല, പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടു. എന്നിട്ടൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് ഈ കോട്ട് മടക്കി വെച്ചു. അവിടെ എയർപോർട്ടിൽ ചെന്നു, അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഈ എയർ ഏഷ്യയ്ക്കാണ് പോകുന്നത്. ഈ പഠിക്കുന്ന സമയമായതുകൊണ്ട് കാശ് അധികമൊന്നുമില്ല. എയർ ഏഷ്യ എന്നൊക്കെ പറഞ്ഞാൽ പൊങ്ങി താന്നു എന്നുള്ള സൈസ് പ്ലെയിനുകളാണ് അതൊക്കെ. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പ്ലെയിനെ കയറുന്ന ഒരു ഗേറ്റ് ഉണ്ടല്ലോ, അവിടെ നിൽക്കുക. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയപ്പം മല്ലൂസ് ആരുമില്ല, മലയാളീസ് ആരുമില്ല. അപ്പം ഇനി ഈ കൂടും പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, ഈ കോട്ട് എടുത്തൊന്നിട്ടു. കോട്ടൊക്കെ ഇട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പം എയർ ഏഷ്യയുടെ ഒരു സ്റ്റാഫ് വന്ന് ചോദിച്ചു, സാർ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ നോക്കി, എന്നെ തന്നെയാണോ? എന്നെ ജീവിതത്തിൽ ഇന്ന് വരെ ആരും സാറേന്ന് വിളിച്ചിട്ട്. ഞാൻ നോക്കിയത് എന്നെ തന്നെയാണോ? അതെ, സാറിനെ തന്നെ. ഞാൻ ചോദിച്ചു, എന്തോ വേണം? സാറ് ഈ പ്ലെയിന് പോകാനാണോ? ഞാൻ പറഞ്ഞു അതെ. സാർ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു ഇവിടെ അല്ലേ നിൽക്കേണ്ടത്, ഇവിടെ നല്ലേ പോകണ്ടേ. സാറ് ക്യൂവിലൊന്നും നിൽക്കേണ്ട, കൂടെ വരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ച്, കാരണം ആ എയർ ഏഷ്യ കോട്ടിട്ടത് ഞാൻ മാത്രമേ ഉള്ളേ, ബാക്കിയൊന്നും ആരുമില്ല. അപ്പോൾ എനിക്ക് കോട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു മാറ്റമൊക്കെ വന്നു. അപ്പോൾ ഇയാൾ എന്നെ വിളിച്ച്, ഞാൻ ഇയാളുടെ പുറകെ പോയി. ഇയാൾ എന്നെ ആ ക്യൂവിൽ നിന്ന മനുഷ്യരെ ഒക്കെ മാറ്റിയിട്ട് എന്നെ കൊണ്ടുപോയി പ്ലെയിനിൻ്റെ അവിടെ കൊണ്ടിരുത്തി. എന്നിട്ട് പറഞ്ഞു, സാറ് ഓക്കെ ആണോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനിങ്ങനെ കിളി പോയിരിക്കുമോ, ഇയാൾ എന്തിനുള്ള ഉദ്ദേശം? എന്നിട്ട് പറഞ്ഞു, സാറിന് എന്തെങ്കിലും വേണേൽ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കോട്ടിട്ടാൽ ഏത് കുറേയും സാറാകും എന്നെനിക്ക് അന്ന് മനസ്സിലായി. ജീവിതത്തിൽ ഇന്ന് വരെ കോട്ടിടാത്ത ഞാൻ, അതും എൻ്റെ സ്വന്തമാണോ? ആണോ? അല്ല. അപ്പോൾ ഇന്നലെ വരെ വെറും ഒരു ഓഞ്ഞാനായിരുന്ന ഞാൻ അനിയൻ്റെ കോട്ട് കടം വാങ്ങിച്ച് ഇട്ടപ്പം ഞാൻ ആരായി? ഇത്രയേ ഉള്ളൂ മനുഷ്യനെ വസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഇന്ന് വിലയിരുത്തുന്നത്. നിങ്ങളുടെ മാന്യത, നിങ്ങളുടെ അന്തസ്സ് നിങ്ങളുടെ സ്വഭാവത്തിലല്ല, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിലാണ്. അതുകൊണ്ടാണ് ഈ പിള്ളേരെല്ലാം ഓരോരോ ലാച്ചയും സോൾട്ട് ആൻഡ് പെപ്പർ പാവാടയൊക്കെ ഇടാനായിട്ട് കിടന്ന് ബഹളം വെക്കുന്നതിൻ്റെ കാര്യം എന്താണ്? കാരണം അത് ബ്രാൻഡിനനുസരിച്ച് അല്ലേ ഇട്ടാലേ എന്ത് കിട്ടത്തുള്ളൂ? അന്തസ്സ് കിട്ടത്തുള്ളൂ. ദാവീദിന്റെ മേൽ ചാരി വെച്ച 4-ാമത്തെ വസ്ത്രം, നിനക്കൊരു യോദ്ധാവാകാൻ പറ്റില്ല. കാരണം യോദ്ധാവിന് ചേർന്ന, പട്ടാളക്കാരന് ചേർന്ന വസ്ത്രമല്ല നിന്റേത്. ദാവീദ് ശൗലിനോടൊന്നും പറഞ്ഞില്ല, പക്ഷേ മനസ്സിൽ പറഞ്ഞു കാണും, രാജാവേ, രാജാവ് പറയുന്ന ആളല്ല ഞാൻ അതുക്ക് മേലെയാ. ഇങ്ങനെ അപ്പൻ ഒരു ഫ്രെയിം ചാരി വെക്കുമ്പോൾ, സഹോദരങ്ങൾ ഒരു ഫ്രെയിം ചാരി വെക്കുമ്പോൾ, തൻ്റെ തൊഴിൽ എന്ന് പറയുന്ന മറ്റൊരു ഏണി ചാരി വെക്കുമ്പോൾ, വസ്ത്രം എന്ന് പറയുന്ന മറ്റൊരു ഫ്രെയിം ചാരി വെക്കുമ്പോൾ, ദാവീദ് സ്വയം പറഞ്ഞു കാണും, അപ്പ, ചേട്ടാ, രാജാവേ, നിങ്ങൾ പറയുന്നയാളല്ല ഞാൻ അതുക്കും മേലെയാ. ഓരോ പ്രാവശ്യവും തന്നെ ദുഷിക്കുകയും പഴിക്കുകയും അഹങ്കാരി എന്നും കൊള്ളരുതാത്തവനെന്നും പറഞ്ഞു മാറ്റി നിർത്തുമ്പോൾ തൻ്റെ മനസ്സിൽ 1000 വട്ടം ദാവീദ് പറഞ്ഞു, നിങ്ങൾ പറയുന്നയാളല്ല ഞാൻ അതുക്കും മേലെയാ. ഇങ്ങനെ അതുക്കും മേലെയാണെന്ന് രാജാവിനോട്, അപ്പനോട്, സഹോദരനോട് ദാവീദിന് പറയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദാവീദ് ഒരിക്കലും ദാവീദിനെ അപ്പന്റെ കണ്ണിലൂടെയോ സഹോദരന്റെ കണ്ണിലൂടെയോ അല്ല കണ്ടത്. ദാവീദിനെ ദൈവത്തിന്റെ കണ്ണിലൂടെയാണ് കാണുന്നത്.
അതുകൊണ്ട് ഇതുവരെ ദാവീദിന്റെ ജീവിതത്തിൽ ഫ്രെയിമിംഗ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ഇനി ഒരു റീഫ്രെയിമിംഗ് സംഭവിക്കുകയാണ്. മനുഷ്യൻ തീർത്തിരിക്കുന്ന ചട്ടക്കൂട്, മനുഷ്യന്റെ അഭിപ്രായം എന്ന് പറയുന്ന ഫ്രെയിമുകളിൽ കിടന്ന് ശ്വാസം മുട്ടി പിടയുന്ന മനുഷ്യർക്ക് ദാവീദ് ഒരു മാതൃകയാണ്. നിങ്ങളെ അപ്പന്റെ കണ്ണിലൂടെയല്ല കാണേണ്ടത്. നിങ്ങളെ സഹോദരന്റെ കണ്ണിലൂടെയല്ല, അധികാരികളുടെ കണ്ണിലൂടെയല്ല, ദൈവത്തിന്റെ കണ്ണിലൂടെ നിങ്ങളെ കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നിങ്ങളെ ആർക്കും ഫ്രെയിം ചെയ്യാനാവില്ല. കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ ദാവീദ് എന്താ പറയുന്നത്? 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് പറ്റില്ല, നിനക്ക് ഫെലിസ്തീനെ കൊല്ലാനാവില്ല എന്ന് പറയുമ്പോൾ ദാവീദ് എന്താ പറയുന്നതെന്നറിയാമോ? ദാവീദ് പറയുന്ന, രാജാവേ, ഞാനൊരു വെറും ആട്ടിടയനാ. ഞാൻ എൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ഒരു കരടി വന്നു, ഞാൻ അതിനെ കാലേവാരി നിലത്തടിച്ചു. മറ്റൊരിക്കൽ സിംഹം വന്നു, ഞാൻ അതിനെ കൊന്നു. എന്നിട്ട് ദാവീദ് പറയുന്ന അടുത്ത വാചകമാണ് പ്രധാനം. ഇങ്ങനെ കരടിയുടെ കയ്യിൽ നിന്നും സിംഹത്തിന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ടല്ലോ, ആ ദൈവം ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കും. അതുകൊണ്ട് എന്റെ ജോലി നോക്കി, എന്റെ വസ്ത്രം നോക്കി, എന്റെ തൊഴിൽ നോക്കി, എന്നെ അഹങ്കാരി എന്ന് പറഞ്ഞ്, എന്നെ കഴകത്തില്ലാത്തവനെന്ന് പറഞ്ഞ് മാറ്റി നിർത്താം എന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന മുതലല്ല, ഞാൻ അതുക്കും മേലെയാ. അതുക്കും മേലെയാണെന്ന് ദാവീദ് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ ബലം, ആ ധൈര്യം, ആ ഉൾബലം, ആ കരുത്ത് ദാവീദിന് കിട്ടിയത് ദാവീദ് ദൈവത്തിന്റെ കണ്ണിലൂടെ തന്നെ കാണാൻ ശ്രമിച്ചത് കൊണ്ടാ. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമുക്കറിയാം, മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കരുത്തുള്ള മൃഗമാണ് ആന. ഈ ആനയ്ക്ക് നമുക്കറിയാം അപാര ബലമാണ്. അടിച്ച് ശരിയാക്കി കളയും. ഒരു കാറോ ഒരു ലോറിയോ ഒക്കെ തള്ളിക്കളയാൻ ഈ ആനയ്ക്ക് ഒരു പ്രയാസവുമില്ല. അത്രയ്ക്ക് കരുത്തുള്ള മൃഗമാണ് ആന. എന്നാൽ ഈ ആനയെ പാപ്പാൻ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു കൊച്ചു തോട്ടി അങ്ങോട്ട് ചാരി വയ്ക്കും. എന്നിട്ട് ഈ പാപ്പാൻ നെയ്യാറ്റിൻകര വരെ പോയിട്ട് തിരിച്ചു വന്നാലും ഈ ചെവിത്തോണ്ടി പോലെയുള്ള ഈ കൊച്ചു സാധനം ഏതാണ്ട് വലിയ സാധനമാണെന്ന് കരുതി ആന പേടിച്ചു നിൽക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പുറത്ത് ഓരോരുത്തർ ഓരോ തോട്ടി ചാരി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അപ്പനായിരിക്കാം, ചിലപ്പോൾ അമ്മയായിരിക്കാം, ചിലപ്പോൾ ഭർത്താവായിരിക്കാം, ചിലപ്പോൾ അധ്യാപകരായിരിക്കാം, ചിലപ്പോൾ അയൽക്കാരായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ ആളുകളായിരിക്കാം. മറന്നു പോകരുത്, നിങ്ങൾ അപാരമായ കരുത്തുള്ള മനുഷ്യരാ. ഒരുത്തനും നിങ്ങളെ ഒരു തോട്ടിയും ചാരി വെച്ച് നിയന്ത്രിക്കാൻ ഇടയാവരുത്. ഈ തോട്ടി തട്ടിത്തെറിപ്പിക്കുന്ന ദിവസത്തിന്റെ പേരാണ് മതമിളകുന്ന ദിവസം എന്ന് പറയുന്നത്. അന്ന് ഒരു പാപ്പാനും ഒരു തോട്ടിക്കും നിങ്ങളെ അടക്കാനാവില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ മനുഷ്യനാണ്. അവന്റെ മേൽ ചാരി വെച്ചിരിക്കുന്ന സകല തോട്ടിയും ചവിട്ടി കടലിൽ എറിയണം. അത് അപ്പൻ ചാരിയ തോട്ടിയാണെങ്കിലും, അമ്മ ചാരിയ തോട്ടിയാണെങ്കിലും, മെത്രാൻ ചാരിയ തോട്ടിയാണെങ്കിലും തട്ടിത്തെറിപ്പിക്കണം. കാരണം നിങ്ങൾ ആനയാണ്, നിങ്ങൾ കരുത്തുള്ള മനുഷ്യരാണ്. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. എന്നെ കൊള്ളരുതാത്തവനെന്നും അഹങ്കാരിയെന്നും കഴകത്തില്ലാത്തവനെന്നും പറഞ്ഞ് ആര് മാറ്റി നിർത്തിയാലും എല്ലാ തോട്ടിയും ഞാൻ തട്ടിത്തെറിപ്പിക്കും. എന്റെ മേൽ ഇനി ഒരു തോട്ടിയും ആരും ചാരി വയ്ക്കാം എന്ന് വിചാരിക്കരുത്. ഞാൻ ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്. ഇതിനെയാണ് ആത്മാവിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ശാന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ദേഹത്തുള്ള തോട്ടി ഏതൊക്കെയാ? ഇത് നിങ്ങൾ തന്നെ തട്ടിത്തെറിപ്പിക്കണം. അങ്ങനെ തട്ടിത്തെറിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ദൈവവചനവും പ്രാർത്ഥനയും. കർത്താവേ, നാട്ടുകാർ, മാതാപിതാക്കൾ ഒക്കെ എൻ്റെ ദേഹത്ത് തോട്ടി വെച്ചിരിക്കുക. എനിക്ക് ഞാനാകാൻ കഴിയുന്നില്ല, എനിക്ക് പലതും സാധിക്കുന്നില്ല. കാരണം പലരും പല തോട്ടിയും എന്നെ നിയന്ത്രിക്കുകയാണ്. എന്നാൽ സകല തോട്ടിയും പിഴുതെറിയുന്ന ദിവസത്തിന്റെ പേരാണ് രക്ഷിക്കപ്പെടുന്ന ദിവസം. ഭൂമിയിൽ ഒരുത്തന്റെ തോട്ടിയും നിങ്ങളുടെ മേലിനി ഉണ്ടാവരുത്. മനസ്സിൽ പറയണം, ഞാൻ അതുക്കും മേലെയാ. ഇത് സാധിക്കുന്നത്, ഇത് അഹങ്കാരമല്ല. ഇത് സാധിക്കണമെങ്കിൽ നിങ്ങളെ ദൈവത്തിന്റെ കണ്ണിലൂടെ കാണണം, മറ്റൊരാളുടെ കണ്ണിലൂടെയല്ല. ദൈവത്തിന്റെ കണ്ണിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കരുത്ത് വീണ്ടെടുക്കാനായിട്ട് കഴിയും.